Good morning, everyone. Good morning, our dear judge, and all the brothers and sisters in Christ. Today's topic is Ephesians chapter 5. Chapter 5, verses 21 to 33. ഈ വേഴ്സിൻ്റെ അടിസ്ഥാനമാക്കിയ ഇന്നത്തെ ടോപ്പിക് ദാറ്റ് ഈസ് ദ കുടുംബ ബന്ധം, ഒരു ക്രിസ്ത്യൻ ഫാമിലി റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇവിടെ ആക്ച്വലി ക്രൈസ്റ്റ് ആൻഡ് ചർച്ചിനെ ഇത് ചെയ്തിട്ട് അനാലോഗി ചെയ്തിരിക്കുക ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ. സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ജസ്റ്റ് സീ, ക്രൈസ്റ്റ് മരിച്ചു കഴിഞ്ഞ് എത്ര 60 years കഴിഞ്ഞിട്ടായിരിക്കും ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന ന്യൂ ടെസ്റ്റ്മെൻറ്റ്. സോ ന്യൂ ടെസ്റ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞപ്പം അപ്പോൾ എത്ര ജനറേഷൻസ് കവർ ആയെന്ന് നോക്കുവാണെങ്കിൽ ഒരു 50 ജനറേഷൻസ് നമ്മൾ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇപ്പം വരെയുള്ള ജനറേഷൻ നോക്കുവാണെങ്കിൽ ഒരു 50 ജനറേഷൻസ് കവറായി. എബ്രഹാം മുതൽ ഇതുവരെ ആണെങ്കിൽ ടോട്ടൽ 100 ജനറേഷൻ. നമ്മുടെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഈ വേർഡ്സ് എഴുതിയിരിക്കുന്നത്, പോൾ എഴുതിയിരിക്കുന്നത്, അത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് കവർ ചെയ്യാം. ജസ്റ്റ് തിങ്ക് ദാറ്റ് ഈ 50 ജനറേഷൻ കവർ ചെയ്തിരിക്കും. ആ 50 ജനറേഷൻസിന് ഇതേ സെയിം ടോപ്പിക്കാണ് കല്യാണ സമയത്ത് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. ഈ ഹസ്ബൻഡ് ഷുഡ് love the wives and the wives should submit to the husband as the Christ is loved the church. ഇതാ മീനിങ്. ഇപ്പോൾ ഈ 50 ജനറേഷൻസ് നോക്കിക്കോ, അതേ സെയിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. അത് തന്നെ ഫൗണ്ടേഷൻ. നമ്മളെല്ലാവരും ചർച്ചിൻ്റെ സമയത്ത് ഹോളി സാക്രമെന്റിൽ മാരേജിൻ്റെ സമയത്ത് പോയി ഇതൊക്കെ പറയും. ആ സമയത്ത് ആരാ കേൾക്കുന്നത്? ഒന്നും കേൾക്കത്തില്ല. എല്ലാവരും ആ സമയത്ത് മൈൻഡ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ആ എഫീസിയൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 20 to 33 വരെയുള്ള വേഴ്സ് ഇപ്പോഴും നമ്മൾ അത് ചരിക്കണം, അത് തന്നെ കാണും. ഇപ്പം ജസ്റ്റ് ടേക്ക് 5 ജനറേഷൻ, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുതൽ ഇപ്പം വരെയുള്ള ജനറേഷൻ നോക്കിയിട്ട് 5 ജനറേഷൻസ് എടുക്കാം. നമ്മളെല്ലാവരും ഇപ്പം ഒരു പെണ്ണ് കല്യാണം കഴിച്ച് അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ ആ ജനറേഷൻ കൺസിഡർ മേ ബി ഫസ്റ്റ് ജനറേഷൻ. ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ 3rd ജനറേഷനിലാണ്. അപ്പോൾ നോക്കിക്കോ എങ്ങനെയാണ് ആ ഫൗണ്ടേഷൻ, ആ മാരേജ് ഫൗണ്ടേഷൻ മൂവ് ഓൺ ചെയ്യുന്നത്. ഫാദർ മദർ ഈസ് ദയർ, പേരൻസ് ആർ ദയർ, ആ വീട്ടിലെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരും ഉണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിൽ പോവാം. അപ്പോൾ അവിടെ ഹസ്ബൻഡിൻ്റെ റോൾ എന്താ? ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഹസ്ബൻഡിൻ്റെ ഒരു ക്രിസ്ത്യൻ ഹസ്ബൻഡിൻ്റെ റോള് ഈ ഷുഡ് ലവ് ഹിസ് പാർട്ട്ണർ. വൈഫിനെ ലവ് ചെയ്യണം, പേഷ്യൻസ് ആവണം, he should be very humble, he should be very caring. ആ ക്വാളിറ്റീസ് വേണം. പക്ഷേ നെക്സ്റ്റ് സെൻറ്റൻസ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നോക്കിക്കോ, the wife should submit their husband. ഇവിടെ എപ്പോഴും ഒരു കോൺട്രഡിക്ഷനാണ്. ഇപ്പോൾ ആ ജനറേഷൻ മുതൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മെയിൽ ഷോവിനിസമാണ്. ആണുങ്ങൾക്ക് കൂടുതൽ അധികാരം പറയുന്നത്. വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വൈഫ് ഷുഡ് സബ്മിറ്റ് ടു ദർ ഹസ്ബൻഡ്. പക്ഷെ അതിൻ്റെ മീനിങ് അതല്ല. ദേ ഷുഡ് ഹാവ് എ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് കെയറിങ്, ഷെയറിങ്. വൈഫ് ഷുഡ് ഓൾവേസ് മദർലി അഫെക്ഷൻ, കെയറിങ്ങും ശാന്തതും ഫോർഗീവ്നെസ്സും, ഈ ക്യാരക്ടേഴ്സ് എപ്പോഴും ആ ലേഡിയിൽ ഉണ്ടാവണം. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കും, ഹസ്ബൻഡിനെ എന്തുകൊണ്ടാണ് ലീഡറാക്കുന്നത്? എനിക്ക് ചർച്ചിൻ്റെ ഹെഡ് ക്രൈസ്റ്റാണ്. അപ്പോൾ അതുപോലെ ഒരു ലേഡിയുടെ മുകളിൽ ഹസ്ബൻഡാണ്. ആഡമിനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈവാണെങ്കിൽ ഒരു ഹെൽപ്പറായിട്ടാണ് അവിടെ എടുത്തിരിക്കുന്നത്, ഫ്രം ദ റിബ്സ്. സോ ഓൾവേസ് കെയർ, ഓൾവേസ് എന്താണെന്ന് പറയുക, ഒരു ലീഡർ എപ്പോഴും വേണം. അതുകൊണ്ട് നമ്മൾ ഹസ്ബൻഡിനെ ലീഡറാക്കി, വൈഫാണെങ്കിൽ സബ്മിറ്റ് ചെയ്യുമോ. ഇതിൻ്റെ മീനിങ് അതല്ലെങ്കിൽ വൈഫിനെ എപ്പോഴും നമ്മളൊരു ടോർച്ചർ ആക്കണം, ഹ്യൂമിലേറ്റ് ചെയ്യണം, അടിക്കണം, പേടിക്കണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒത്തിരി റിസർച്ച് വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മതലബ് എന്തായി? സബ്മിഷൻ. വൈഫ് ഷുഡ് സബ്മിറ്റ്. പക്ഷേ സബ്മിഷൻ്റെ മീനിങ് അതല്ല. ഹസ്ബൻഡും വൈഫും എപ്പോഴും കെയറിങ്, എപ്പോഴും that communication should be there, open communication, pray together, patiently എല്ലാം ഡീൽ ചെയ്യണം, സ്നേഹം വേണം. That love is the main foundation. Love should always be there. Foundation of the family നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴും മ്യൂച്വൽ റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ് വേണം.
ട്രസ്റ്റ് വേണം. ട്രസ്റ്റ് ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. എവിടെ ട്രസ്റ്റ് ബ്രേക്ക് ആവും അവിടെ എല്ലാ പ്രോബ്ലംസും ക്രിയേറ്റ് ആവും. പക്ഷേ ഹസ്ബൻഡ് വൈഫ് എപ്പോഴും ഒരു പ്രേയിങ് ഫാമിലി ആണെങ്കിൽ നമ്മുടെ പേരൻസ് നമുക്ക് കാണിച്ചു തന്നു, അവരെപ്പോഴും പ്രേ ചെയ്യും. അവരുടെ മക്കളും അതുപോലെ തന്നെയാണ്. ആ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ കൊച്ചുനാളിൽ അതിൻ്റെ ഇഫക്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ അതല്ല, അവരുടെ ആ ബ്ലഡിൽ തന്നെ അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഒരു മെച്യൂർഡ് അഡൽട്ട്സ് ആകുമ്പോൾ കല്യാണം കഴിക്കുമ്പോൾ അതെല്ലാം അവരുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ആകും. അപ്പോൾ അത് ആ പ്രേയിങ് ഫാമിലിയിൽ എപ്പോഴും ആ ഗുണങ്ങൾ നമുക്ക് കാണും. അവിടെ ചുമ്മാ കിടന്ന് അലച്ചും വരച്ചും അടിച്ചും പിടിച്ചും അതല്ല. പക്ഷേ എപ്പോഴും നോക്കിക്കോണം, ഒരു വീട്ടിൽ ഇപ്പോൾ ചിലപ്പോൾ ഭർത്താവ് ഒത്തിരി ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കും, കള്ളുകൂടി അത് ഇത്, പക്ഷെ അവിടെ ഒരു പ്രേയിങ് മദറുണ്ട്. ആ മദറിൻ്റെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ എപ്പോഴും കേൾക്കും. അവരുടെ ആ പ്രാർത്ഥനയായിരിക്കും ആ ഫാമിലിയെ നയിക്കുന്നത്. സോ നെവർ ദാറ്റ് മീൻസ് എവ്രിവെയർ യു വിൽ ഫൈൻഡ് നമ്മുടെ ക്രിസ്ത്യൻ ഫാമിലി, നമ്മളൊക്കെ എല്ലാ ഓർത്തഡോക്സ് ദാറ്റ് ഫാമിലി ഇഫ് യു ഗോ ബാക്ക് കാണണമെങ്കിൽ എന്തൊരു പ്രേയറിൻ്റെ എന്തൊരു ഇഫക്റ്റാണെന്നറിയാം. അതുകൊണ്ട് നമ്മളും അതുപോലെ, ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നോക്കും, കൊച്ചുനാളിൽ മുതൽ ഞാനും പ്രാർത്ഥിച്ച് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ജോബിൻ്റെ പുസ്തകം എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു പ്രാവശ്യം അവരുടെ മക്കളെല്ലാവരും ഫീസ്റ്റിംഗ് ചെയ്യുന്നു അത് ഇത്. അപ്പം ആ അപ്പനെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക അവരുടെ മക്കൾക്ക് വേണ്ടി. അവരെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം. ദൈവം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഐസക്, എബ്രാഹിമിനെ പോലെ ഐസക്കിനെ ബ്ലസ് ചെയ്യുന്ന ഗോഡ് യു വിൽ ബി ദ സ്റ്റാർസ്. അതെന്തില്ല, ബിക്കോസ് എബ്രാഹിം വാസ് സച്ച് എ ഗോഡ് ഫിയറിങ് പേഴ്സൺ. ആ ബെനിഫിറ്റ്സ് എല്ലാം, ആ ബ്ലെസ്സിങ്സ് എല്ലാം 7th ജനറേഷന് കിട്ടും. അതിനൊരു തെറ്റില്ല. ഇപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവരും അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ ആ ബ്ലെസ്സിങ്സ് ട്രാൻസ്ഫർ ആകും. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദേ ഷുഡ് ലവ് ഈച്ച് അതർ, ദേ ഷുഡ് ഷോ സെറ്റ് എൻ എക്സാമ്പിൾ ഫോർ അതേഴ്സ്. ദാറ്റ് ഈസ് ദാറ്റ് മ്യൂച്വൽ റെസ്പെക്റ്റും ആൻഡ് കോപ്പറേഷനും അതൊക്കെ വേണം. പിന്നെ ആ ഫാമിലിയിൽ അവർക്ക് മക്കൾ ജനിക്കും. അപ്പോൾ ആ മക്കൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മളെല്ലാവരും സ്കൂളിലും പോയി അവിടെ ഒന്നും ഇതൊന്നും കിട്ടത്തില്ല. നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും അവരുടെ മുൻപിൽ, അതാ കണ്ടു പഠിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നു, ഇപ്പം നിങ്ങൾ ആ പിള്ളേരെല്ലാം കാണുന്നുണ്ട്, ഫാദറും മദറും എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അതെല്ലാം ആ പിള്ളേർ ഇംബൈബ് ചെയ്യും. അതുകൊണ്ട് പേരൻസിന് എപ്പോഴും എന്താണെന്നറിയാം, they should always discipline the children with love. harshness ആവാൻ പാടില്ല. ഒരു 5 years വരെ നമ്മൾ എന്തും പിള്ളേർക്ക് കൊടുക്കുകയും ചെയ്യുകയും സ്നേഹിക്കാം. ഒരു 5 to 15 years ആകുമ്പോഴത്തേക്ക് എന്താണെന്നറിയാം, ആ പിള്ളേരെ ഡിസിപ്ലിൻഡ് ആകണം വിത്ത് ലവ്. ഓരോന്ന് എടുക്കണം, ഓരോന്ന് നല്ല സ്ഥലത്ത് വെക്കണം, അതെല്ലാം പഠിപ്പിക്കണം. പറയത്തില്ല, ഈ കൊച്ചുനാളത്തുള്ള ഹാബിറ്റ്സ് ലൈഫ് ലോങ് ആ ഹാബിറ്റ്സ് കാണും. അത് ഈ സമയത്ത് അതെല്ലാം പഠിപ്പിക്കും. ഒരു 15 വർഷം കഴിയുമ്പോൾ എന്താ പറയുക, അവർ നമ്മുടെ ഫ്രണ്ടാണ്. നമ്മൾ അവരുടെ കൂടെ ഫ്രണ്ടായിട്ട് ബിഹേവ് ചെയ്യണം. ജീവിതത്തിൽ എന്തുമാത്രം ചലഞ്ചസ് ആണ് ഇപ്പോഴത്തെ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ. എല്ലാ പിള്ളേരുടെ കയ്യിലും മൊബൈലും സോഷ്യൽ മീഡിയയും അത് ഇതും. എവിടെ സമയം പിള്ളേർക്ക് അപ്പനും അമ്മയോടും വർത്താനം പറയാൻ പോലും സമയമില്ല. പക്ഷേ എവിടെ ഒരു പ്രേയിങ് ഫാമിലി ഉണ്ട്, നമ്മുടെ വീട്ടിലെല്ലാവരും നാട്ടിൽ ചെല്ലുവാണെങ്കിൽ ഇവിടെ ചെല്ലുവാണെങ്കിൽ ദാറ്റ് ഹോളി ഫാമിലി, ജോസഫ്, മേരിയ, അവരുടെ കുഞ്ഞ്, ആ ഫാമിലിയുടെ ചിത്രീകരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഫാദർ എങ്ങനെയാണ്, ആ മദർ എങ്ങനെയാണ്, ആ മദറിൻ്റെ ക്വാളിറ്റീസ് അതെല്ലാം ജീസസ് ക്രൈസ്റ്റ് അതെല്ലാം ഇംബൈബ് ചെയ്യുന്നു. ബട്ട് ഗോഡ് ഈസ് ലവ്. അത് ലവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈസി ആയിട്ട് പറയാം. പക്ഷെ നമ്മുടെ വീട്ടിൽ ആ ലവ് ആൻഡ് അഫെക്ഷൻ എപ്പോഴും കാണിക്കുന്നു. പക്ഷെ എപ്പോഴും ചലഞ്ചസാണ്. ചിലർ ഒത്തിരി ദേഷ്യക്കാരനായിരിക്കും, ഹസ്ബൻഡ് ഒത്തിരി ദേഷ്യക്കാരനായിരിക്കും, പക്ഷെ മദർ അതിനെ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ പിള്ളേർ ഇതെല്ലാം പഠിച്ച് അവർ ഒരു പ്രേയിങ് ഫാമിലിയുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ എപ്പോഴും അവരുടെ ലൈഫിൽ ആ പ്രാർത്ഥനയുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ പള്ളി കൊണ്ടുവരും. ഇപ്പം ഞാൻ എൻ്റെ മക്കളെ പള്ളി അപ്പോൾ ആ ക്യാരക്ടേഴ്സ് അതെല്ലാം അവരുടെ ബ്ലഡിൽ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കൊച്ചു പിള്ളേരെ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷനിലുണ്ട്. പക്ഷെ നമ്മൾ കീപ്പ് ഓൺ പ്രേയിങ് ഫോർ അവർ ചിൽഡ്രൻ, അവർ ഫാമിലീസ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ ഒബേ യുവർ ഫാദർ ആൻഡ് മദർ. എത്രയും നമ്മൾ അപ്പനെയും അമ്മയും സ്നേഹിക്കും അത്രയും നമ്മൾക്ക് ബ്ലെസ്സിങ്സും ലോങ് ലൈഫും കിട്ടും. നമ്മൾ ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മക്കളെ നോക്കിക്കും, പിള്ളേരെ നോക്കിക്കും, എല്ലാവരും ജോലി തിരക്കും അത് ഇതും. വേർ ഇസ് ദ ടൈം ഫോർ ടേക്കിംഗ് കെയർ ഓഫ് ദ പാരൻസ്? എല്ലാവരും ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുറേ പിള്ളേർ ഓർഫനേജിൽ പോയി. അവിടത്തേക്ക് പാരൻസ് കാണാൻ എത്ര എല്ലാം എഡ്യൂക്കേറ്റഡും ഒക്കെയാണ്, പക്ഷെ പിള്ളേർക്ക് സമയമില്ല.
നോക്കാൻ. അപ്പോൾ അവരവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ജനം നോക്കാൻ. ഇതൊക്കെ വലിയ ചലഞ്ചിങ് ജോബാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ എപ്പോഴും പ്രേയറും ബിഹേവിയറും നമ്മൾ എങ്ങനെയാണ് പിള്ളേരെ എല്ലാവരെയും ഇത് കൊണ്ടുവന്ന് അവരെ വളർത്തുന്നതും പിള്ളേർക്കും അതുപോലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ ഇതെല്ലാം പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി അടിച്ചും പിടിച്ചും ഹാർഷ്നെസ്സും ഒന്നുമില്ല. അവരെ സ്നേഹമായിട്ടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ 2 ദിവസം മുൻപേ ഒരു ക്ലാസ് ടൈമിലെ കൊച്ചിനെ അമ്മ വഴക്ക് പറഞ്ഞു, പഠിക്കുന്നില്ല. അത് ഇറ്റ് ഹാസ് കമ്മിറ്റഡ് സൂസൈഡ്. എന്തോ അമ്മ വഴക്ക് പറഞ്ഞു. ഇപ്പോൾ പിള്ളേരെ ഒന്ന് വഴക്കൊന്നും പറയണം. പക്ഷേ ഒരു ഏജ് ഉണ്ട് നമുക്ക്, ആ ഏജ് വരെ പിള്ളേരെ പഠിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് പിള്ളേരും നമ്മുടെ കൂടെ ആ ലൈഫിൽ attend, they will also grow with us, and we should set example. Husband and wife should always love each other as the Christ loved the church. In the same way, the husband is the head of the family, the wife should submit. It doesn't mean that they should always have a mutual respect. Then only the family will go move, and those all practices and beliefs and everything will be carried forward. And where there is a praying family always stays together എന്ന് പറയുന്നു. എല്ലാ പ്രാർത്ഥനയിലും നമ്മുടെ ദൈവം നമ്മളെ കാത്തുരക്ഷിക്കും, നമ്മുടെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഉള്ള അനുഗ്രഹങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഏത് സമയം ഫാമിലിയിൽ സമാധാനം. പക്ഷേ ലേഡി ഹാസ് ഗോട്ട് എ ബിഗ് റോൾ ടു പ്ലേ. ആ സ്ത്രീക്ക് അവിടെ നല്ല പ്ലേ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആ റിലേഷൻ കാണിക്കുമ്പോഴേ ഉള്ളൂ നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ അതുപോലെ ബിഹേവ് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്ക് എന്തുമാത്രം ഡിവോഴ്സും അത് ഇതും സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ഉണ്ടാകും. ഇതെന്തോ മനസ്സിലാക്കാം. പണ്ടൊക്കെ ഈ നമ്മളിപ്പോൾ പറയുന്ന 5 ജനറേഷൻ 4 ജനറേഷൻ 54 ജനറേഷൻ 44 ജനറേഷൻ 45 ജനറേഷൻ തിങ്ക് ചെയ്തു നമ്മൾ ആ സിദ്ധാന്തം ഫോളോ ചെയ്യും. ഇപ്പം ഇനി കൂടുതലും മിക്സ് മാരേജും അത് മിക്സ് ഫെയ്ത്തും അതും ഇതുമൊക്കെ. അപ്പോൾ എല്ലാ ദൈവങ്ങളുടെ കയ്യിൽ പ്രാർത്ഥിക്കുക. എല്ലാ ഹസ്ബൻഡ് വൈഫ് ഷുഡ് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദി ചിൽഡ്രൻ, and the children will carry on the legacy to their generation. Okay, thank you so much.